അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസ. ഞാൻ റേച്ചൽ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുട്ടികളുടെ പ്രിയ കവിയായ കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണിത്. നമുക്ക് വളയണം, വേണം. നമുക്ക് 100 മേനി ഫലം നൽകാൻ വേണ്ടി തന്നെ വിളയാം. ഇന്ന് ജൂൺ 19. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുമോ? ഇന്നാണ് വായനാ ദിനം. വായനാ ദിനം കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് P.N. പണിക്കർ എന്ന ഗുരുനാമമാണ്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. വായന എന്നാൽ പാഠപുസ്തകങ്ങൾ മാത്രമല്ല കൂട്ടുകാരെ, അതല്ലാതെ എത്ര പുസ്തകങ്ങളുണ്ട്. അതിൽ നിന്ന് നല്ലത് കണ്ടെത്തി തരാൻ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് വെറുമരിച്ചെക്കുന്ന അമേരിക്കൻ പ്രസിഡന്റായി തീരുന്ന എബ്രഹാം ലിങ്കണും രാമേശ്വരത്തെ പത്രവിതരണക്കാരൻ പയ്യനിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റായി തീർന്ന നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച APJ അബ്ദുൽ കലാമും തങ്ങളുടെ വിജയത്തിന്റെ പ്രധാന കാരണമായി പറയുന്നത് വായന തന്നെയാണ് കൂട്ടുകാരെ. ഇവർ മാത്രമല്ല, ലോകത്തിലെ പല മഹാന്മാരും വായനയുടെ മഹത്വം അറിഞ്ഞവർ. ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ, ഈ പുറത്തിറങ്ങാനാവാത്ത സാഹചര്യത്തിൽ, ഈ മൊബൈൽ ഫോൺസിനും വീഡിയോ ഗെയിംസിനും പകരം നമുക്കൊരു നല്ല ഒരു പുസ്തകം കയ്യിലെടുക്കാം. ഇതായിരിക്കട്ടെ നമ്മുടെ ഈ വായനാ ദിനത്തിൻ്റെ മുദ്രാവാക്യം. നന്ദി, നമസ്കാരം.